പറയും. സങ്കീർത്തനങ്ങൾ 39:3 വായിച്ചു. Psalms 39:3. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ആമേൻ. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് തീ പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഹാലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ധ്യാനത്തിങ്കിൽ തീ കത്തുന്നുണ്ടോ? ഹാലേലൂയ. അപ്പൊ തീ കത്തിക്കഴിയാൻ നാവെടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഹാലേലൂയ. ആമേൻ. നമുക്ക് ദൈവം ഹാലേലൂയ ആമേൻ നമ്മുടെ അകത്തൊരു മനുഷ്യനെ തന്നിട്ടുണ്ട്. നമ്മുടെ പൗലോസ് എപ്പോഴും പ്രാർത്ഥിക്കും, അകത്തെ മനുഷ്യശക്തിയോടെ ബലപ്പെടണം എന്ന് വെച്ചാൽ അകത്തെ മനുഷ്യനെ ശരിക്കും തീ പിടിക്കേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്ന് വെച്ചാൽ പുറത്തെ മനുഷ്യനെ തീ പിടിക്കുന്നത്. കാരണം വെച്ചാൽ ചത്തിലൊക്കെ ചെന്ന് 4 പാട്ടൊക്കെ കേട്ട് ട്രമ്മിന്റെ 2 അടിയൊക്കെ കേൾക്കുമ്പോഴത്തേന് ഹാലയില് അങ്ങനത്തെ പുറത്തങ്ങ് ചൂട് പിടിക്കുക എല്ലാവരും. പിന്നെ അങ്ങോട്ട് ഹാലയില് ഈ പുറത്ത് ചൂട് പിടിക്കാൻ വേണ്ടി കയ്യടി എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ നേരം കൈയടിക്കാൻ നമ്മുടെ ശരീരത്തിലൊക്കെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആവും. അപ്പൊ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ചൂട് പിടിക്കും. അപ്പൊ നമ്മുടെ വിചാരം ഇത് പരിശുദ്ധാത്മ ഇറങ്ങി വന്നു നമ്മളങ്ങ് ശരീരം നമ്മുടെ അങ്ങ് തീ പിടിച്ചെന്ന വിചാരം. തീ പിടിക്കുന്നില്ല, ഇത് നമ്മൾ കാണിക്കുന്ന എക്സസൈസ് മുഖാന്തരം നമ്മൾ വരുന്നു. പക്ഷേങ്കിൽ നമ്മളെ കേൾക്കുന്ന പാട്ടുകൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുവാണെങ്കിൽ ആ പാട്ടിന്റെ ഹാലിൽ ആത്മാവ് ഉൾക്കൊണ്ട നമ്മൾ പാടുന്നെങ്കിൽ അറിയാണ്ട് നമ്മുടെ ഹൃദയത്തിന് തീ പിടിക്കാൻ തുടങ്ങും. പക്ഷെ ഈ ഹൃദയത്തിന് തീ പിടിക്കുന്ന അടയാളം ഞാൻ പരിശുദ്ധാത്മ നമ്മൾ തൊട്ട് കഴിഞ്ഞ് നമ്മൾ അറിയാണ്ട് നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങും. ഹാലയിലൂയ. നമ്മുടെ സങ്കടങ്ങൾ ഓർത്തല്ല അവിടെ കരയുന്നത്, ഹാലയിലെ ഭാരങ്ങൾ ഓർത്തല്ല, പക്ഷെ ആത്മാവിനെ. അപ്പൊ അന്നേരം നമ്മുടെ ഹൃദയത്തിൽ തീ പിടിക്കും. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ വെളിപ്പാടുകൾ കാണും, ദർശനങ്ങൾ കാണും, ദൈവശബ്ദം കേൾക്കുകയൊക്കെ ചെയ്യും. ഹാലെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് തീ പിടിക്കണമെങ്കിൽ പുറമെ മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് നമ്മൾ വിധേയപ്പെട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഹൃദയത്തിന് തീ പിടിക്കത്തില്ല. നമുക്ക് കാണുവാനും കേൾക്കുവാനും അല്ലെങ്കിൽ എന്താ പറയാ അതിന്. അപ്പൊ ഹൃദയത്തിന് തീ പിടിക്കുവാണെങ്കിൽ നമ്മൾ അടങ്ങിയിരിക്കത്തുമില്ല. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 9 തുടങ്ങിയ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അത് എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തുന്ന പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു തളർന്നു, എനിക്ക് വഹിയാതെയായി. സർവത്ര ഭീതി. ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പാൻ ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പീൻ. ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ചു, അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം. പക്ഷേ പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്നവരായ എന്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. അവർ ജയിക്കയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ ഏറ്റവും ലജ്ജിച്ചു പോവും, ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോടെ തന്നെ. നീതിമാനെ ശോധന ചെയ്തു അന്തരംഗങ്ങളെയും ഹൃദയത്തെയും കാണുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. എന്റെ വ്യവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ. യഹോവയ്ക്ക് പാട്ടുപാടുവീൻ, യഹോവയെ സ്തുതിപ്പീൻ. അവൻ ദരിദ്രന്റെ പ്രാണനെ ദുഷ്ടനാട് കൈനെ വിടുവിച്ചിരിക്കുന്നു. മതി സിസ്റ്റർ, മതി. ഇവിടെ പറയുന്നത് ഇരമ്യാനോട് പറഞ്ഞ് ഇനി ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇരമ്യാ ഇവിടെ പറയുകയാണ്. എന്താ പറയുന്നത്? ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാലോ അവന്റെ അസ്ഥികൾ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ നാമത്തിൽ സംസാരിക്കരുത്, പ്രവചിക്കരുത് പറഞ്ഞാൽ അത് അസ്ഥികൾ അടയ്ക്കപ്പെട്ടിട്ട് ഹൃദയത്തിൽ എന്ന് വെച്ചാ നമ്മളൊരു കാര്യം ഇങ്ങനെ എന്താ പറയാ, ചില ആൾക്കാരുടെ അയ്യോ അതങ്ങോട്ട് ഹൃദയത്തിൽ ഇരിക്കുന്നില്ല കേട്ടോ, അതങ്ങ് അടക്കി വെക്കാൻ പറ്റുന്നില്ല സിസ്റ്റർ, ആരോടെങ്കിലും ഇത് പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ എന്ന് പറയും. കാരണം എന്താ പറയുക, ഇത് ഹൃദയത്തിൽ ഇരുന്ന കത്താൻ തുടങ്ങും, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ വിഷമം കാരണം തുടങ്ങും. അപ്പൊ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഇത് ആ വിഷമം കാരണമല്ല. ഹല്ലേലൂയ. ആമേൻ. ഇരമ്യാവ് അറിയാം, ഇരമ്യാവിനോട് സംസാരിക്കുന്ന ദൈവം ആരാണെന്നറിയാം. അപ്പൊ ഈ ദൈവം കൊടുത്ത വേലയെക്കാട്ടിക്കുള്ള ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെക്കാട്ടി കൂടുതൽ ഏതെങ്കിലും മാനുഷിക ശക്തികൾ പറയുകയാണ് നീ മിണ്ടരുത് പറഞ്ഞാൽ അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി സുവിശേഷം പറയുന്ന ആൾക്കാരെ കുറിച്ച് നമുക്കറിയാം. ഹാലയില് അവർക്കൊക്കെ അവർക്കറിയാം അവിടെ ഒരുപാട് പീഡകളുണ്ട്, ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം അവർക്കറിയാം.
അവിടെ ചിലപ്പോൾ ചില നിയമങ്ങൾ വരെ പാസ്സാക്കി വെച്ചിട്ടുണ്ട്, പറയാൻ പാടില്ല. പക്ഷേ ഇവർ അകത്ത് തീ കത്തുമ്പോൾ, സുവിശേഷത്തെക്കുറിച്ചുള്ള ഭാരം ഇങ്ങ് വരുമ്പോൾ അവർക്ക് എന്താ പറയുക, ഇവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർ പല ഏസിക്കകത്ത് നിന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ ചിലപ്പോൾ പറയും, ആമേ ഹാലേലുയ, എന്താ വേണം? ഹാലേലുയ. ഇവർക്ക് ബോധം വേണ്ടേ? ദൈവം പരിജ്ഞാനം കൊടുത്തിട്ടില്ലേ? അത് ഇവർക്ക് അറിയാൻ പാടില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇത് പരിജ്ഞാനമില്ലായ്മയല്ല, ബോധമില്ലായ്മയല്ല. അകത്ത് തീ പിടിക്കുമ്പം അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് മിണ്ടരുതെന്ന് പറയുമ്പം, സംസാരിക്കരുതെന്ന് പറയുമ്പം പറയുന്നിട്ട് ഉള്ളത്തിൽ കത്തും. അപ്പൊ അവിടെ പറയുന്ന ഇരമേ പറയുന്ന അസ്ഥികളിൽ അടയ്ക്കപ്പെട്ട് എന്റെ ഹൃദയത്തെ തീ കത്തും പോലെ ഇരിക്കുന്നു, ഞാൻ സഹിച്ചു തളർന്ന് എനിക്ക് വഹിയാതെയായി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം ഇത് കാരണം സഹിക്കാൻ പറ്റാത്ത ഹൃദയവേദനയും. അപ്പൊ നമ്മുടെ ശരീരമൊക്കെ തളരുന്നപ്പോ നമുക്ക് കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്, നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ നമ്മളെ പിടിച്ച് പെരക്കകത്ത് പൂട്ടിയിട്ടേക്കണം. ആലോചിച്ച് നോക്കിയൊക്കെ, റൂമിനകത്ത് അടച്ച് പൂട്ടിയിട്ടേക്കുക, അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. നമുക്ക് എന്തായിരിക്കും അവസ്ഥ? നമ്മൾ റൂമിലിട്ട് എന്താ പറയുക, വെരികിനെ പോലെ അങ്ങോട്ട് കൊണ്ടുവന്ന് തോണ്ടാൻ തുടങ്ങും അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇവരെ ഹൃദയത്തിനകത്ത് ആമേ ഹല്ലേലൂയ കത്തിക്കൊണ്ടിരിക്കുന്ന തീ പുറമേയുള്ള മനുഷ്യരുടെ തീയല്ല, ഈ ലോകത്തിൽ കത്തിക്കുന്ന തീയല്ല, അകത്ത് കത്തുന്ന ആത്മാവിന്റെ തീയാണ്. നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചൂട് പിടിക്കുന്നതിന്റെ കാരണം വെച്ചാൽ ഹാലേലൂയ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ കത്തുന്നത് ഈ ലോകത്തിൻ്റെതായ ഒരു തീയുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ തീ നമ്മളിൽ കത്തും. ഹാലേലൂയ. യേശു കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് ഹാലേലൂയ വഴിയിലൂടെ നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അന്നേരം അത് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ തിരുവഴുത്ത് അവർ മനസ്സിലാക്കാത്തതാണ്, അല്ലെങ്കിൽ ഹൃദയത്തെ അമ്മ അവിടെ ഇതാക്കിയിരുന്നു നമുക്ക് എഴുതി. അത് കഴിഞ്ഞ് കർത്താവ് ഹാലേലൂയ അവരുടെ നടുവിൽ ചെന്ന് നിന്ന് അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി നുറുക്കി ഇവർക്ക് കൊടുത്തപ്പോൾ ഇവർ പെട്ടെന്ന് ഇവരെ കണ്ണ് തുറന്നപ്പോൾ അറിയോ, നമ്മൾ അതേ കൂടെ പോന്നപ്പോൾ ഇത് കേട്ടോണ്ട് നമ്മുടെ ഹൃദയത്തിൽ തീ കത്തി അറിഞ്ഞില്ലായിരുന്നു ചോദിക്കുന്നുണ്ടല്ലേ? കാരണം അവരുടെ ഹൃദയത്തിൽ അന്നേരം തീ കത്തി. ഹാലേലൂയ. അപ്പൊ നമ്മളുടെ ഹൃദയത്തിൽ തീ കത്തിക്കഴിഞ്ഞ് എന്താണ് നമ്മളൊക്കെ ഇങ്ങനെ അനങ്ങാതെ അലസരായിട്ടിരിക്കുന്നതിന്റെ കാര്യം? ഇവരെ കത്തേണ്ട പോലെ കത്തിയിട്ടില്ല അകത്ത്. ഇപ്പൊ കത്തലൊക്കെ പുറത്ത് അനുഭവിക്കുന്നത് നമ്മൾ. ഹാലയിൽ അകം കത്തിക്കഴിഞ്ഞാൽ ഹാലയിൽ അടങ്ങിയിരിക്കത്തില്ല. അതാണ് സത്യം. അകത്തൊരു കത്തൽ വന്ന ഈ ഇടയ്ക്ക് നമ്മുടെ കരുനാപ്പുള്ള ജോലി എൻ്റെ അകമൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം അകം കത്തിക്കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കത്തില്ല. അങ്ങനെ ഭവന സന്ദർശനത്തിനാണെങ്കിലും ഹോസ്പിറ്റൽ സന്ദർശനത്തിനാണെങ്കിലും കൂടിപ്പോകാൻ തോന്നും. കാരണം എന്താ കേട്ടെ, അപ്പൊ നമ്മുടെ വയസ്സായാലും പ്രായം, അല്ലെങ്കിൽ കാലുവേദന ഉണ്ട്, അല്ലെങ്കിൽ മുട്ടുവേദനയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുണ്ട്, ഇത് അവരെ എഫക്റ്റ് ചെയ്യത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ ഒരു ദാഹം കയറും. ഹാലയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലൊക്കെ നേടണം, ദൈവരാജ്യത്തിന് വേണ്ടി ആരെങ്കിലൊക്കെ നേടണം, ആരെങ്കിലൊക്കെ ആദായപ്പെടുത്തുന്ന എൻ്റെ പ്രാർത്ഥന പറഞ്ഞ ആദായപ്പെടുത്തണമെന്ന് തോന്നും. ഹാലയിൽ അപ്പം ഹൃദയത്തിന് തീ പിടിക്കാത്തതാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ഹൃദയത്തിന് തീ പിടിച്ചാൽ നമ്മൾ അടങ്ങിയിരിക്കില്ല, അലസരായിരിക്കത്തില്ല. ഇരമ്യാ പറയുന്നത് അങ്ങനെ ഇരിക്കാൻ പറയുമ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ വൈകിട്ട്. എന്നിട്ട് ഇരമ്യാവ് തന്നെ പറയുന്നുണ്ട് താഴോട്ട്, ഹല്ലേലൂയ, സർവത്ര ഭീതി. ഞാൻ പലരുടെ യേശുവിനെ കേട്ടിരിക്കുന്നു, കുറ്റം ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം, നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കണം, പക്ഷെ അവനെ വശത്താക്കാം എന്ന് എൻ്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്ന എൻ്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. അപ്പം നിങ്ങളെ ആരെയാണെങ്കിലും അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ ഞങ്ങൾ ബാക്കി പൂരിപ്പിച്ചോളാം. ഹാലെ എന്നൊക്കെ പറഞ്ഞ് ചങ്ങാതിമാരൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹാലിലെ. പക്ഷേ യിരെമ്യാവ് അപ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, എന്നാൽ യഹോവ ഒരു വീരൻ, മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്, ആകൽ എന്നെ ഉപദ്രവിക്കുന്ന ഇടർ വീഴും, അവർ ജയിക്കുകയില്ല, അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കൽ ഏറ്റവും ലജ്ജിച്ചു പോകും, ഒരിക്കലും മറന്നു പോകാത്ത നിത്യ ലജ്ജ തന്നെ. അപ്പം യിരെമ്യാവിനൊരു കാര്യം അറിയായിരുന്നു, യിരെമ്യാവിന്റെ കൂടെ ആരാ ഉള്ളത്, യിരെമ്യാവിന്റെ ദൈവം എന്താ. അപ്പൊ പറയുന്നത് അത് യിരെമ്യാവിന് എന്ത് സംഭവിക്കുന്നത് യിരെമ്യാവിന് നല്ല ബോധമുണ്ടായിരുന്നു. യിരെമ്യാവ് പറയുന്നത് യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ഹാലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ബോധം നമുക്ക് വേണം. ആരൊക്കെ നമ്മളെ നശിപ്പിക്കാൻ നോക്കിയാലും, ആരൊക്കെ നമ്മളെ തകർത്ത് കളയാൻ നോക്കിയാലും, ആരൊക്കെ നമ്മളെ വെല്ലുവിളിച്ചാലും ഹാലേലിയ, അപ്പൊ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെയല്ല, നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ ഹാലേലിയ നമ്മളെ തൊടുവാനായിട്ട് ആർക്കും കഴിയില്ല. ഇവിടെ പറയുന്നത് അവർ ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നത് ഇടർ വീഴും, അവർ ജയിക്കുകയില്ല, അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കുക, ഏറ്റവും ലജ്ജ, ഒരിക്കലും മറന്നു പോകാൻ നിത്യ ലജ്ജ തന്നെ. അവര് ബുദ്ധിയോടെ പ്രവർത്തിക്കുക, ഏറ്റവും ലജ്ജിച്ചു, ഒരിക്കലും എന്താ പറയാ ജയിക്കാൻ കഴിയാത്ത നിത്യ ലജ്ജ തന്നെ എന്ന് ഹാലേലിയ ഇവിടെ പറയുന്ന ഒരു സങ്കീർത്തനത്തിനടുത്ത്
നമ്മുടെ ദാവീദ് ഇത് തന്നെ വിളിച്ചു പറയുന്നുണ്ട്. ഹല്ലേ, ഏത് സങ്കീർത്തനം എടുത്തോട്ടെ, 27-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം, എന്റെ വൈരികളും ശത്രുക്കളും ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്ന് എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഹാലേലൂയ. അപ്പൊ ഒരു സൈന്യം ഇറങ്ങി വന്നാലും ഹാലേലൂയ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം അവിടെ എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്ന് എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഹാലേലൂയ. അവിടെ ദാവീദ് എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ചാൽ, ദാവീദിന്റെ ജീവിതത്തെ അനുഭവം ഉണ്ട്. എന്താണെന്നറിയോ? ഗോലിയാത്തിനെ കൊല്ലാനായിട്ട് കൊണ്ട് ചെല്ലും. ഗോലിയാത്ത് പറയും, ഇന്ന് നിന്റെ ശവം ഞാനിവിടെ പക്ഷികൾക്ക് മൃഗങ്ങൾ ഇട്ടുകൊടുക്കും. ഹാലേലൂയ. അവർ കൊത്തിപ്പറിക്കുമെന്ന് പറയും ഗോലിയാത്ത്. പക്ഷേ ഗോലിയാത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് ദാവീദ് പറയും, ഹാലേലൂയ, നീ വാളും കുന്തവും ഒക്കെ ആയിട്ട് എന്റെ തന്നെ, പക്ഷെ ഞാൻ എന്റെ ദൈവമായി യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നത്. അപ്പൊ ഇവിടെ ശത്രു എന്താ ആഗ്രഹിച്ചത്? ദാവീദിന്റെ ശരീരം ഹാലേലൂയ തിന്നു തീർക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ സർവശക്തനായ ദൈവം ദാവീദിനെ ഇട്ടുകൊടുത്തില്ല. ഇവിടെ അതുകൊണ്ട് ദാവീദ് പറയുന്നത്, എന്റെ വൈരികളും ശത്രുക്കളും ദുഷ്കർമ്മം എന്റെ മാംസം എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. പക്ഷെ അവിടെ വീണത് ആരാന്ന് ചോദിച്ചാൽ ഹാലേലൂയ ഗോലിയാത്ത് തന്നെ വീണത്. ഇവിടെ യിരെമ്യാവ് പറയുന്നത് അത് തന്നെയാണ്. എന്നെ യഹോവയും മഹാവനും എന്നോട് കൂടി ആകെ എന്നെ ഉദരക്ക് ഇടറി വീഴും, അവർ ജയിക്കില്ല. അവർ ബുദ്ധിയോട് ഏറ്റവും ഇല്ല, അപ്പൊ അവർ ജയിക്കത്തില്ല. യേശു കർത്താവിനെ പിടിക്കാനായിട്ട് ഒരു സംഘം ആൾക്കാർ വന്നു ഗെത്സമനത്തോട്ടത്തിൽ. അപ്പൊ നീ ആരാ നസന യേശു എന്നൊക്കെ ചോദിച്ച യേശു കർത്താവ് നിന്നിട്ട്, അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞത് ദേ കിടക്കും. പിടിക്കാൻ വന്നവരല്ല ഇടറി വീണതാഴല്ലേ, സകലരും നേരെ പുറലോട്ട് മലന്ന് വീണ്. ഹാലേലൂയ. അവർ സകലരും ഇടറി വീണു. അപ്പം ദൈവം കൂടെയുണ്ടെങ്കിൽ യഹോവ മഹാവീരൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇവിടെ യിരെമ്യാ പറയുന്ന പോലെ, നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ തൊടുവാനായിട്ട് പിടിക്കുവാനായിട്ട് ഹാലേലൂയ എന്തെങ്കിലും ചെയ്യാൻ ശത്രു പല പദ്ധതിയും വെക്കും. ഇവരെ കൊല്ലും, അടയ്ക്കും, ഹാലേലൂയ നശിപ്പിക്കും, മുടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ യിരെമ്യാ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ദാവീദ് പറഞ്ഞ പോലെ ശത്രുക്കളുടെ ആഗ്രഹം അതൊക്കെ തന്നെയായിരിക്കും. പക്ഷേങ്കിൽ ദൈവം എന്റെ വശത്തുണ്ടെങ്കിൽ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ തൊടുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പറഞ്ഞത്, ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലമായി നിൽക്കാൻ പറ്റും? ഹാലേലൂയ. പല പഴയ നിയമത്തിൽ കാണുന്ന ഇത്ര ഭാഗ്യമുള്ള ഒരു ജാതി വേറെ ഏതുള്ളൂ? കാരണം ദൈവം തന്നെ കൂടെ നടത്തുന്ന ഒരു ജാതി. ഹാലേലൂയ. അപ്പൊ അതുപോലെ പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ദൈവം നമുക്ക് നമ്മുടെ കാര്യത്തിൽ പ്രൊട്ടക്ഷനിൽ ദൈവത്തിന്റെ ഫേവർ, ഇതെല്ലാം ദൈവത്തിന്റെ ഭാഗം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ചൂട് പിടിക്കണം. ഹാലേലൂയ. നമ്മൾ ഭയപ്പെട്ട് മാളത്തിൽ കയറി ഒളിക്കരുത്. നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചൂട് പിടിക്കണം. ഹാലേലൂയ. ചൂട് പിടിച്ച ആ ധ്യാനത്തിങ്കൽ തീ കത്തുമ്പോൾ ആ തീ മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുവാനായിട്ട് ഇടയാകണം. അവിടെയൊക്കെ ഭയപ്പെടേണ്ട. ഇന്ന് ഭരിക്കുന്ന ഭരണാധികാരി ആരാണെങ്കിലും അവർ എന്തൊക്കെ നിയമങ്ങൾ എഴുതി വെച്ചാലും ഹാലേലൂയ അവരുടെ വിചാരം ക്രിസ്ത്യാനികളെ മുടിച്ചു കളയാമെന്നും ഈ രാജ്യത്തും തൂത്ത് മാറ്റാമെന്നും തുടച്ചു മാറ്റാമെന്നും ആഗ്രഹിക്കുമ്പോൾ അപ്പൊ നമുക്ക് നിന്ന് ശക്തിയോടെ വിളിച്ച് പറയാൻ പറ്റും, ഹാലേലൂയ ശത്രുക്കളായരെന്താ നമ്മുടെ മാംസം തിന്നെ നമ്മുടെ നേരെ വരും. പക്ഷേങ്കില് ഹാലേലൂയ ദൈവം മഹാവീരനെ പോലെ യിരെമ്യാ പറയാ, യഹോവ എന്റെ കൂടെയുണ്ട്. ഹാലേലൂയ. ആ യഹോവ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരു ശത്രു നമ്മളെ തൊടത്തില്ല, ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല. അവർ എത്രയൊക്കെ ആഗ്രഹിച്ചാലും എത്രയൊക്കെ പ്രവർത്തിച്ചാലും എന്താണ് റിസൾട്ട് എന്ന് സ്വർഗത്തിലേക്ക് ദൈവം തീരുമാനിക്കുന്ന കണക്കേ നടക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയും, നമ്മളെന്തിനാ ഇവിടുത്തെ ഭരിക്കുന്നവരെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഭരണാധികാരികൾ ആരാണെങ്കിലും അവരെ ആ പൊസിഷനിൽ ഇരുത്തിയിരിക്കുന്ന എന്റെ ദൈവമാണെങ്കിൽ എന്റെ ദൈവം പറയുന്ന കണക്കേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പോൾ അവർ നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നതിന്റെ കാരണം എന്താ? അത് ദൈവം അനുവദിച്ചു കൊടുക്കുന്നതാണെന്നേ. നമുക്കറിയാം ഫറവോന്റെ ഹൃദയത്തെ അനുകൂലമാക്കാനും കഠിനമാക്കാനും കഴിയുന്ന ദൈവം ഫറവോന്റെ ഹൃദയത്തെ മാത്രമേ പറ്റത്തുള്ളൂ. ഇന്നിരിക്കുന്നവരുടെ ഹൃദയത്തെ ആക്കാൻ പറ്റത്തില്ലേ? ഹാലേലൂയ. അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ കടന്ന് അതിനൊന്നും കടന്ന് കരഞ്ഞു വിളിക്കുകയും നിലവിളിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദൈവം തക്ക സമയത്ത് ഹാലേലൂയ ദൈവം കണ്ടിട്ടുള്ളവരെ ആരെയും ദൈവം വിട്ടുകൊടുക്കത്തില്ല. പിതാവ് ഹാലേലൂയ എനിക്ക് തന്നിട്ടുള്ള ആടുകൾ എന്റെ അടുക്കൽ വരും. യേശു കർത്താവ് പറഞ്ഞതുപോലെ ഹാലേലൂയ. അപ്പൊ പിതാവ് കണ്ടിട്ടുള്ളവരെല്ലാം കർത്താവിന്റെ അടുക്കൽ വരിക തന്നെ ചെയ്യും. അതിപ്പോൾ ഹാലേലൂയ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആണെങ്കിലും സ്വർഗസ്ഥല ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ വരും.
ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിലെ ദൈവം കണ്ടിട്ടുള്ളവരെല്ലാം ദൈവം കൂട്ടി വരുത്തരുത്. കാരണം ദൈവം നമ്മുടെ സർവ സൃഷ്ടിതാവായ ദൈവം ഒരു പരാജയമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് ആരോട് യുദ്ധം ചെയ്ത് ജയിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവർ ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് യുദ്ധം ചെയ്യും. അപ്പൊ നമ്മളോട് യുദ്ധം ചെയ്യുന്നവർ ഇത് തന്നെയാണ് സ്ഥിതി. ഹല്ലേലൂയ. നമ്മളെ ജയാളിയ ക്രിസ്തു നമ്മളുള്ളപ്പോൾ നമ്മൾ ജയം തന്നെ. പക്ഷെ നമ്മളോട് യുദ്ധം ചെയ്ത് അവർ ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് പരാജയ ഭീതി നമ്മുടെ ഉള്ളിൽ വേണ്ട. കാരണം നമ്മൾ ഇരിക്കുന്നവൻ ലോകത്തെ ജയിച്ചവനാണ്, പിശാചിനെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. ആമേൻ. സകലത്തെയും തന്റെ കാൽക്കീഴിൽ ആക്കിയവനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പരാജയ ഭീതിയോടല്ല നമ്മൾ യുദ്ധം ചെയ്യണ്ടേ. നമ്മുടെ കൂടെ ഇവിടെ യിരെമ്യാ മഹാവീരൻ, ദൈവം യഹോവ എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോട് കൂടിയായിരിക്കണം. ദാവീദ് പറഞ്ഞ പോലെ നിന്റെ വാളും കുന്തവും സൈന്യവും ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ വരുന്ന ആരുടെ, എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ പാഞ്ഞു വരുന്നത്. അപ്പൊ എന്റെ കൂടെ ഹല്ലേലൂയ വാളും വേണ്ട, കുന്തും വേണ്ട, പടയാളികളും വേണ്ട, പക്ഷേ എങ്കിൽ എന്റെ ദൈവം എന്റെ കൂടെയുണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. എത്രയൊക്കെ നമുക്കെതിരെ വാദിച്ചാലും, എത്രയൊക്കെ തെളിവുകൾ നിരത്തി, എത്രയൊക്കെ കുറ്റം ആരോപിച്ചാലും, എങ്ങനെയൊക്കെ നമ്മളെ വീഴ്ത്താൻ നോക്കിയാലും ശത്രു നോക്കിക്കൊണ്ടേ ഇരിക്കും. പക്ഷേ ജയം നമുക്ക് തന്നെയാണ്. ഹല്ലേലൂയ. കാരണം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിരിക്കുമ്പോ അതൊരു തോറ്റ ക്രിസ്തു അല്ല നമ്മളിരിക്കുന്നത്, ജയിച്ച ക്രിസ്തു ആയിരിക്കുന്നത്. സകലത്തെയും ജയിച്ചവൻ. ഹല്ലേലൂയ. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ല, അവൻ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയില്ല. ആ ദൈവമാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഇറങ്ങുന്ന ഓരോ കാര്യങ്ങൾക്കും, നമ്മൾ പോകുന്ന ഒരു വഴിയിലും നമ്മൾ പരാജയമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ഒരു പരാജയമാകാൻ വേണ്ടി ഇന്ന് പല മാതാപിതാക്കന്മാരും എക്സാമിന്റെ ഭീതിയിലാണ് കുഞ്ഞുങ്ങളെ ഓർത്തിട്ട്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാ അവർ ഭാരപ്പെടുന്നു? അവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്നവരാണെങ്കിൽ, അവർ ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ, ഹല്ലേലൂയ അവരുടെ കൂടെ സർവശക്തനായ ദൈവം ഉണ്ടെങ്കിൽ അവരൊരു പരാജയമാകത്തില്ല. ഹല്ലേലൂയ. ഇനി ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പരാജയമാകുന്നെങ്കിൽ ഞാൻ പറയും, അവര് ദൈവത്തെ യഥാർത്ഥമായി അറിയുന്നില്ല. അവര് നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന പ്രകടനം മാത്രമാണ്. യഥാർത്ഥമായ ദൈവത്തെ അറിയുന്നവൻ, യഥാർത്ഥമായ ദൈവത്തെ സ്നേഹിക്കുന്നവർ, യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കുന്നവർ അവരൊരിക്കലും പരാജയമാകത്തില്ല. ചിലപ്പോൾ താൽക്കാലികമേ പരാജയം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ദൈവം പറയും, മോനെ ഇത് പരാജയമല്ലടാ, ഇത് നിന്നെ ജയത്തിലേക്ക് നീ നടക്കുന്നതിന്റെ ലക്ഷണമാണെന്ന് പറയും. അല്ലെ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ചപ്പോഴും ചോദിച്ചപ്പോഴും നമുക്ക് ലഭിച്ചു കാണത്തില്ല. പക്ഷെ ഇത് ലഭിക്കാതിരുന്ന എന്താന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരുടെയും ഹൃദയം തുറന്ന് പറയാൻ പറ്റും, നമുക്കത് കിട്ടാതിരുന്ന നമ്മൾ സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒത്തിരി നന്ദി പറഞ്ഞു ദൈവത്തോട്. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ആഗ്രഹിച്ചപ്പോൾ ചോദിച്ചപ്പോഴൊക്കെ ദൈവം എനിക്ക് തന്നിരുന്നെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ നന്മയായി മാറത്തില്ലായിരുന്നു. ഹല്ലേലൂയ. കാരണം അത് ഇത്രയും വൈകിയതുകൊണ്ട്, തരാതിരുന്നതിനെ ഓർത്ത് ഞാൻ അതിനോർത്ത് ഞാൻ നന്ദി പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാല് അത് ദൈവത്തിന് എല്ലാത്തിനും ദൈവം എനിക്ക് കാണിച്ചു തന്ന ഓരോ കാര്യങ്ങൾ നമ്മളെ പരാജയപ്പെടുത്താൻ ശത്രു വെക്കുന്ന ചില മേഖലകളെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മളെ അവിടേക്ക് ജയത്തോട് നടത്തുവാൻ തക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊന്ന് വീണിട്ട് വീണ് പോകുമ്പോഴേക്കും നമുക്കൊരു ബോധം വരുന്ന അയ്യോ നമ്മൾ ഇത്രയും സ്ട്രോങ് ഞാൻ ആയിട്ടുള്ളൂ കേട്ടോ, ഈ ഒരു വിഷയം വന്നാൽ ഞാൻ വീണു പോകും. അപ്പൊ ഇനി ഈ വിഷയം എന്റെ മുമ്പിലേക്ക് വന്നാൽ ഞാൻ വീഴാൻ പാടില്ല. അതെന്താ വേണം? എനിക്ക് അമിത ശക്തി വേണം, അമിത ബലം വേണം. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഉള്ളിലേക്ക് തോന്നണം. ഇത് ഉള്ളിലേക്ക് വരണം. വീഴ്ചകളിൽ നിന്ന് ദൈവം എന്താ നമ്മളെ വീഴ്ചകളിട്ട് ചവിട്ടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവരെ ശവക്കുഴി തുറന്ന് ഞാൻ അവരെ പുറത്തെടുക്കും. അപ്പൊ ശവക്കുഴിക്കുള്ളിൽ പോയത് മരിച്ച് അവർക്ക് ജീവനില്ലാന്ന് ആയതാ. അല്ലെങ്കിൽ ഉണങ്ങിയ അസ്ഥി ആയവരാ. പക്ഷേ അവിടെ നിന്നും പുറത്തെടുക്കും. കാരണം ദൈവം തന്നെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് എനിക്ക് ചെയ്ത് നിങ്ങൾ പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമാണ്. മറ്റാർക്കും ഇത്ര നമ്മൾ പറയും ഇത്ര ഉറപ്പോടൊന്നും പറയാൻ പറ്റത്തില്ല. മരിച്ചവരെ ഞാൻ പുറത്തെടുക്കുന്നു.
ഹാലേലിയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ശത്രു എന്തൊക്കെ കൊണ്ട് മണ്ണിട്ട് മൂടിക്കളഞ്ഞാലും ദൈവം തിരിച്ചെടുക്കുമെന്ന് വെച്ച് ദൈവം എടുക്കുക തന്നെ. അതുകൊണ്ട് പരിശുദ്ധൻ ഒരിക്കലും എന്നോട് പറഞ്ഞ കാര്യം, ഹാലേലൂയ, അമ്മ എന്നോട് ദൈവാത്മ സംസാരിച്ചത്, ഹാലേ ശത്രു ഹാലേലി എന്ത് കാര്യം ചെയ്താലും, ഹാലേലി അമ്മ ശവക്കല്ലറയ്ക്കുള്ളിലാക്കി സീല് വെച്ചാലും ഞാനൊന്ന് വ്യാപരിച്ച് അത് പുറത്ത് വന്നിരിക്കും. അത് ഏറ്റവും വലിയ എക്സാമ്പിൾ യേശു കർത്താവാണ്. ഹാല അതുകൊണ്ട് ആമേ ഹാല ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തോട്ടെ. അത് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഹാല ദൈവാത്മാവിനോട് പറഞ്ഞ ഇന്ത്യയുടെ ഹാലല്ല, ഇന്ത്യയെ ആമേ അവർ ഹിന്ദു രാഷ്ട്രമാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ദൈവാത്മാവിനോട് പ്രാർത്ഥനയോട് അവരാൽ ആകുന്നത് അവർ ചെയ്തോട്ടെ. പീലാത്തോസ് പറഞ്ഞതില് നിങ്ങളാൽ ആകുന്നത് ചെയ്തോ എന്ന് പറയാം. അല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ കയറി കൈ പിടിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നിന്നെ കൊണ്ട് പറ്റുന്നെങ്കിൽ ചെയ്യും. നീ എല്ലാം ചെയ്ത് കഴിയുമ്പം ഹാലേലിയ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പം ഞാനൊന്ന് പ്രവർത്തിച്ച അതുവരെ നീ ചെയ്തതെല്ലാം തീർന്നു. ഹാലേലൂയ. ആമേ. അതുകൊണ്ട് നമ്മുടെ ദൈവം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പിശാചിനെ ചില സമയത്ത് വിട്ടുകൊടുക്കും ദൈവം. നീ പ്രവർത്തിച്ചോ, ഹാലേലിയ, നീ കേറിക്കോ, നീ പിടിച്ചോ, തൊട്ടോ, എല്ലാം എടുത്തു മാറ്റിക്കോ, ഹാലേലിയ. പക്ഷേല് ഞാൻ ഒന്ന് പ്രവർത്തിച്ച നമ്മുടെ യോവന്റെ പുസ്തകത്തിൽ കാണുന്ന ഒരു കാറ്റ് വന്ന് സകലതും കൊണ്ട് മറ്റൊരു കാറ്റ് വന്നപ്പോഴത്തേന് പോയതെല്ലാം ഇരട്ടിയായിട്ട് മടങ്ങി വന്നു. ആയുസ് ഉൾപ്പെടെ ഇരട്ടിയായിട്ട് കൊടുത്തു. ഹാലേലൂയ. ആമേ. ഹാലേലിയ. എല്ലാം ഒന്നും ദൈവം ആമേ കുറച്ചില്ല. മക്കളെ കൊടുത്തപ്പോഴും ആയുസ് കൊടുത്ത് എല്ലാം കൊടുത്തപ്പോൾ ദൈവം ഇരട്ടിയായിട്ട് കൊടുത്ത് അനുഗ്രഹിച്ചു. ഹാലേലൂയ. അപ്പൊ ഇവിടെ എല്ലാം ദൈവം ചെയ്യുന്ന കാര്യങ്ങളിൽ ഹാലേലൂയ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇതാണ് ഇരമ്യ അവിടെ കണ്ടിട്ട് പറഞ്ഞത്. അവരൊക്കെ അങ്ങനെയൊക്കെ പറയും, മിണ്ടരുതെന്ന് പറയും, വായ തുറക്കെന്ന് പറയും, സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല, എനിക്കിരുന്ന് തന്നെ എനിക്ക് ശ്വാസം പൊട്ടും, എനിക്ക് വായ തുറന്നെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ എന്നിട്ട് പറഞ്ഞ സുഹൃത്തുക്കളെ പോലെ അല്ലെങ്കിൽ അവരുടെ അവര് പോലും എന്താ കാത്തിരിക്കുന്ന ചങ്ങാതിമാരൊക്കെയും അവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറ, ഞങ്ങൾ വന്നിട്ട് അതില് ഒപ്പിച്ച് പറഞ്ഞോളാം, എങ്ങനെയൊക്കെ. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ഹാലേലിയ. എന്നിട്ട് പറഞ്ഞു അവർ ആകയാൽ എന്നെ ഉപദ്രവിക്കുന്ന ഇടർ വീഴ അവർ ജയിക്കുകയില്ല. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവര് നമ്മൾ ഒന്നും ചെയ്യേണ്ട, അവർ തന്നെ വീഴും, അവർ ജയിക്കത്തില്ല നമ്മൾ. ഹാലേലിയ. കാരണം ജയം നമ്മുടെ കൂടെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്നുള്ള കാര്യം ഞാൻ പറയും. ദൈവം നമ്മുടെ കൂടെ ഇല്ല എങ്കിൽ നമ്മൾ പലയിടത്തും പരാജയമായിപ്പോകും. പക്ഷെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നവർ നമ്മളെ ഹാലേലിയ വീഴ്ത്താൻ നോക്കുന്നവർ അവർ വീഴത്തതേ ഉള്ളൂ, നമ്മൾ വീഴത്തില്ല. ഹാലേലിയ. കാരണം നമ്മൾ ആളെ കൂടെ അവർ ജയിക്കില്ല, അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കുക, അവര് ബുദ്ധിയോടെ പ്രവർത്തിക്കണേ, ഏറ്റവും ലജ്ജിച്ചു പോകും. ഹാലേലിയ. അടുത്തത് അവിടെ പറയുന്നത് ഒരിക്കലും മറന്നു പോകാത്ത നിത്യ ലജ്ജയോട് തന്നെ. അപ്പൊ ആ ലജ്ജയൊക്കെ ബുദ്ധിഹീനത അവരുടെ കയ്യിൽ നിന്ന് തന്നെ വരും. നമ്മൾ ജയിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ അവർ തന്നെ ഇട്ട് തരും. ഹാലേലിയ. എന്നിട്ട് ഹാലേലിയ ഒരിക്കലും ഹാലേലിയ ബുദ്ധിയോടെ അവര് നിത്യലജ്ജയിലേക്ക് തന്നെ അവർ പോകും. എന്നിട്ട് നീതിമാനെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെയും ഹൃദയങ്ങളെയും കാണുന്ന ഈ സൈന്യങ്ങളുടെ യഹോവയെ നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. ഹാലേലിയ. അപ്പൊ അടുത്തൊരു കാര്യം, നീതിമാനെ ശോധന ചെയ്ത്, ഇവിടെ പറയുന്നേ നീതിമാനെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ ഹൃദയത്തെയും കാണുന്ന സൈന്യങ്ങളുടെ യഹോവയും. അപ്പൊ നമ്മളെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ നമ്മുടെ ഹൃദയത്തെ അറിഞ്ഞിട്ടാ ദൈവം പ്രവർത്തിക്കുന്നത് കേട്ടോ. ഹാലേലിയ. അത് കാണുന്ന ദൈവം എന്താണ് പറയുന്നത് ചെയ്യുന്ന, എന്നിട്ട് എന്താ പറയുക, യഹോവ നീ അവരോട് പ്രതികാരം ചെയ്യുന്ന ഞാൻ കാണുമാറാകട്ടെ. അപ്പം നമ്മളെ ശോധന ചെയ്യുമ്പോൾ ഹൃദയങ്ങളൊക്കെ ശോധന അന്തരംഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നീതിമാൻ തന്നെ ആണെങ്കിൽ ഹാലേലിയ ദൈവം അവരോട് പ്രതികാരം ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പൊ ചിലരുടെ കാര്യത്തിൽ നമ്മളൊരു കർത്താവേ അവരെന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വന്നല്ല, അവരെന്നെ അപമാനിക്കുന്നു, അവരെന്നെ നിന്ദിക്കുന്നു, നീ കാണുന്നില്ലേ എന്നൊക്കെ ദൈവം ചെയ്തു. ഞാൻ കാണുന്ന മോളെ, പക്ഷെ എന്താണെന്ന് അനങ്ങാതിരിക്കുന്നത്, നീ കുറച്ചുകൂടെ ശരിയാകണമെന്ന് പറയും. നീ ശരിയാകുമ്പോ അവർക്ക് നീ ഒന്നും മിണ്ടണ്ട, അവർക്കുള്ള പണി അവരെ കിട്ടിക്കോളും. പക്ഷെ നമ്മൾ പലപ്പോഴും ഹാലേലിയ അകത്ത് ശരിയാകാനുള്ളപ്പോഴാ നമ്മളെ ഉപദ്രവിക്കുന്നതൊക്കെ സുഖമായിട്ട് കൂളായിട്ട് ഇപ്പോഴും നടക്കുന്നതിന്റെ കാര്യം. ഹാലേലിയ. അല്ലെങ്കിൽ അപ്പൊ അടി കിട്ടാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ പണ്ടത്തെ ഈ സുവിശേഷം പറയാൻ പോകുന്ന അപ്പച്ചന്മാരുടെ ഒക്കെ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഞാൻ ഈ ഇടയ്ക്ക് എന്നെ പറയുന്നത്, നമ്മുടെ അവിടെ ആ ചർച്ചിലെ 2 സഹോദരിമാർ, അധികം വ്യത്യാസം ഒന്നും ഇല്ലാത്ത സഹോദരൻ, അവരിപ്പോഴും ട്രാക്ട് കൊടുക്കാൻ പോകും. എല്ലാ ആഴ്ച ഒരു ദിവസം ട്രാക്ട് കൊടുക്കാൻ പോകും. വ്യാഴാഴ്ച ദിവസം അവർക്ക് ട്രാക്ട് കൊടുക്കുന്ന ദിവസം ആ ചർച്ചിൽ, നമ്മുടെ ഗ്രേസി സിസ്റ്ററൊക്കെ ചർച്ചിൽ അത് ബിജു പാസ്റ്റ് എപ്പോഴും ട്രാക്ട് അടിച്ച് ഇങ്ങനെ വെക്കും, എല്ലാത്തിനും മദ്യത്തിനെതിരെ അതിനെടുത്ത് ഇതിരുന്ന്. അപ്പൊ ഇവരിത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ കൊണ്ടുപോയി വെച്ചിട്ട് ഇവർ തൊട്ടടുത്ത് നമ്മുടെ പെരിനാട് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് കടന്ന സമയത്ത് 2 സുവിശേഷ വിരോധികൾ വന്ന് അവരുടെ കയ്യിൽ നിന്ന് ട്രാക്ട് വാങ്ങിച്ച് കീറി റെയിൽവേ ട്രാക്കിലേക്കിട്ട് അവരെ പിടിച്ച് തള്ളുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പം അതേ ട്രാക്കിൽ തന്നെ ഇവര് ട്രെയിൻ ഇടിച്ച് ചതഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. എങ്ങനെ സംഭവിച്ചത് നമുക്ക് അറിയത്തില്ല. ഹാലേലിയ. ഞാൻ പറയുന്നത് എന്താ ദൈവം പ്രവർത്തിച്ചതിന്റെ കാര്യം എന്താ പറയാ,
അവരെ ഹൃദയത്തെ ശോധന ചെയ്ത് കാണും ദൈവം. അവരെ അന്തരേന്ദ്രിയങ്ങളും മനസ്സിലാക്കി കാണും. അവരെ നീതിമാനാണെന്ന് തോന്നിക്കാണും ദൈവത്തിന്. മനസ്സിലായില്ലേ? ഹാലെ അവർ ചെയ്ത പ്രവൃത്തി, ഹാലെ അവർ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിന് വേണ്ടി ഹാലെ ചെയ്യാറും ഫോഴ്സിലല്ല. അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ സുവിശേഷം മറ്റുള്ളവർ അറിയണമെന്നുള്ള ഹാലയിലെ ആ ഒരു ഉറപ്പിന്മേലായിരിക്കണം അത് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല അവരെ തൊട്ടാൽ ആമീൻ ദൈവത്തിന്റെ കണ്ണിലെ കൺമണിയെ തൊടുന്നത് തന്നെയാണ്. ഹാലയിലിയ നമ്മൾ മറ്റേ ആപ്പച്ചന്റെ സാക്ഷിയൊക്കെ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഹാലയിലിയ മനുഷ്യന്റെ മലം വായിൽ കുത്തി നിറച്ച് തീറ്റിച്ച് ഹാലയിലിയ അവരൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോന്നു. പക്ഷെ 1 മാസം കഴിഞ്ഞപ്പോ അധികം വൈകില്ല, ആ ഗ്രാമം മുഴുവൻ തീ ഇറങ്ങി ഹാലെ നശിപ്പിച്ച് കളഞ്ഞു ഹാലില. അത് ദൈവം എന്താ ചെയ്യുന്ന ഹാലയ ദൈവത്തിന്റെ ഹാലില ആമേ ഹാലില ആമേ കൺമണിയെ തൊടുക അല്ലെ അവരെ തൊടുന്നവർ ദൈവത്തിന്റെ കണ്ണിലെ കൺമണിയെ തൊടുന്നത്. കണ്ണിൽ നമ്മൾ ആരുടെങ്കിലും കണ്ണിലേക്ക് കുത്താൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഹാലില. അപ്പൊ അതുപോലെ ഹാലയിലൂയ നമ്മുടെയൊക്കെ ജീവിതത്തെ ഹാലയില നമ്മളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടും നിന്ദിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഹാലെ അവസരം കിട്ടുമ്പോഴുള്ള കുറ്റം പറയുകയും ചെയ്യുന്നവർ മനസ്സിലാക്കാതെ പോകുന്ന കാര്യമുണ്ട്. ഇവര് പറയുമ്പോൾ ഹാലെ ഇവര് നിന്ദിക്കുന്നത് ഹാലെ ആരെയാണെന്ന് വെച്ചാൽ സർവശക്തനായ ദൈവത്തെയാണ്. അത് പലപ്പോഴും അവർക്ക് അടികിട്ടി ഹാലേലിയ, അത് പലപ്പോഴും ഹാലേലിയ ഇതായിട്ടൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ അവർ തിരിച്ചറിയുന്നില്ല ഇത് ഇതുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഇതുവരെ ആ ബോധം ഉദിച്ചിട്ടില്ല ഹാലേലിയ. ഞാൻ നമ്മുടെ വിജയപാസ്റ്റർ നിന്ന് സംസാരിക്കുന്നത് വിജയപാസ്റ്റർ കാര്യങ്ങൾ കേൾക്കും. ഞങ്ങൾ ഇന്ന് പറയും ആന്റി അതിന്റെ കാരണം എന്താന്ന് ആന്റിക്ക് മനസ്സിലായി. പറയാം എനിക്ക് എപ്പോഴേ മനസ്സിലായ പാസ്റ്റർ, പക്ഷെ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. അപ്പൊ പലപ്പോഴും മനസ്സിലാകേണ്ടവർ മനസ്സിലാക്കുന്നില്ല ഹാലലിയ. അത് മനസ്സിലാക്കി കഴിഞ്ഞ പ്രശ്നം തീരും. പക്ഷെ അവർക്ക് മനസ്സിലാവും, അവരുടെ വിചാരം ഇത് വേറെന്തോ കൊണ്ട് വരുന്നു എന്നൊക്കെ. പക്ഷെ അല്ല, ചില രോഗങ്ങൾ ചിലരുടെ ശരീരത്തിലേക്ക് വരുന്നത് ചില കാരണം നമ്മളെ ഹാലലിയ വായ തുറന്ന് നിന്ദിക്കും തോറും ഹാലലിയ ആ നാക്ക് വായിലേക്ക് ഇടാൻ പറ്റാതെ വണ്ണം ചില രോഗങ്ങൾ അവരെ ബാധിക്കുമ്പോൾ, ചില ബാധകൾ എന്ത് കാരണം എന്നറിയത്തില്ല, പക്ഷെ ബാധിക്കുമ്പോൾ അവർ മനസ്സിലാക്കാത്ത കാര്യമുണ്ട് ഹാലലിയ. ഇത് ഞാൻ ഈ നാവ് എടുത്തിട്ട് ഇതുപോലെ കുറ്റം പറഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിയാൽ അവർ രക്ഷപ്പെട്ടു ഹാലയില്ല. അവർ മനസ്സിലാക്കാൻ വേണ്ടി അത് പ്രാർത്ഥി നമ്മൾ നേരെ ഹാലയില്ല ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഇരമ്യാവിനുള്ള ഈ ബോധം നമ്മുടെ ഉള്ളിലെല്ലാം കത്തണം കേട്ടോ ഹാലയില്ല. കാരണം നമ്മളെ പലരും എന്ത് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ തീ കത്തും ഹാലലി. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ഈ തീയെ നിങ്ങൾ കെടുത്തി കളയരുത്. ഇപ്പൊ ആരൊക്കെ റെസ്ട്രിക്ഷൻസ് വെച്ചാലും ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉള്ളൊന്ന് കത്തിക്കഴിഞ്ഞാൽ ആ റെസ്ട്രിക്ഷനെയൊക്കെ ദൈവം കൈകാര്യം ചെയ്യും. നമുക്ക് ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല, പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഉച്ചവെച്ച് സംസാരിക്കാൻ ദൈവത്തെക്കുറിച്ച് പറയാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് വചനം ധ്യാനിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തീ കത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്ന പ്രതികൂലത്തെ ദൈവം തന്നെ വായടപ്പിക്കും. കാരണം ദൈവം അതിന്മേൽ പ്രവർത്തിച്ചു തുടങ്ങും. ഇന്ന് പലപ്പോഴും ദൈവം അനങ്ങാതിരിക്കുന്നതിനൊക്കെ നമ്മുടെ ഉള്ളൊന്നും കത്താൻ തുടങ്ങിയിട്ടില്ല. കത്തട്ടെ, ഈ ദിവസങ്ങളൊന്ന് ധ്യാനിച്ച് കത്താൻ തുടങ്ങട്ടെ. കത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വിഷയങ്ങൾ ദൈവത്തിന്റെ വിഷയമായി മാറും. നിങ്ങളുടെ വഴികൾ ദൈവത്തിന്റെ വഴികളായി മാറും. ഹാലേലുയ. അപ്പൊ നിങ്ങൾക്ക് മുന്നമേ ദൈവം പോകും. ഹാലേലുയ. മനുഷ്യനൊരു ദൂതനെ വിടുവെന്നല്ല പറഞ്ഞേക്കുന്നത്, ഞാൻ നിന്റെ വലങ്കരം പിടിച്ചുകൊണ്ട് ഞാൻ നിനക്ക് മുമ്പായി പോകും. അവിടെ പറഞ്ഞ കോരേശനോട് പറയുന്ന അതാണ് നിന്റെ മുമ്പിൽ വാതിൽ അടയാതിരിക്കേണ്ടതിനും വാതിൽ തുറന്നിരിക്കണം, അടയാതിരിക്കണം. നിനക്ക് വേണ്ടി തുറന്നതൊന്നും മറ്റാരും വന്ന് അടയ്ക്കാതിരിക്കണമെങ്കിൽ ഞാൻ തന്നെ നിന്റെ കരം പിടിച്ച് മുമ്പേ പോകുന്നു പറഞ്ഞേക്കുന്നത്. ഹാലലിയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലലിയ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷെ സിസ്റ്റർ എനിക്ക് പറ്റുന്നില്ല, ഇവിടെ മൊത്തം റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നവരൊക്കെ ഒരു കാര്യം ചെയ്തു, ഇന്ന് തുടങ്ങി വചനം ധ്യാനിച്ചോ, തീ കത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ പ്രതികൂലമായി നിൽക്കുന്ന എല്ലാം ദൈവം അനുകൂലമാക്കും. ദൈവം കൂടെ ഉണ്ടാവും. ഇവിടെ പറഞ്ഞ അന്തരങ്ങളെ ഹൃദയങ്ങളെ ധൈര്യങ്ങളെയോ നീ അവരോട് ചെന്ന് പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. അപ്പം ഇരമ്യാവ് ആ ഹൃദയത്തിൽ ആഗ്രഹം എന്താ? കാരണം ദൈവത്തിന് എന്റെ ഹൃദയത്തിൽ ഞാനിപ്പോ പുറമെ പറയൂ എന്നാലും അവർക്കൊക്കെ ദൈവം തൊടട്ടെ, അവര് രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ അവർ രക്ഷയിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ ഹൃദയത്തിൽ ആഗ്രഹം പറയാം, ദൈവമേ ഈ പറഞ്ഞതിന് ഒരടി കൊടുക്കണേ. ഇതായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ട് കർത്താവേ നീ ഒന്നിറങ്ങി തൊടണം, നിന്റെ കൈ ഒന്ന് വീഴണം, എന്നാലും ഇത് പഠിക്കത്തുള്ളെങ്കിൽ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഇത് നമ്മൾ പുറമെ പറയുന്ന പറ്റുമല്ലോ, പക്ഷെ ദൈവം എന്താ പറയാ ഹൃദയങ്ങളെ ഭയങ്കര ചിരി ഹാലയില് അന്തരേന്ദ്രിയങ്ങളെ ചോദന ചെയ്ത് ദൈവം കാണും നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം എന്താണ്.
അത് യിരെമ്യാവിന് അറിയാവുന്ന. യിരെമ്യാവ് പറഞ്ഞു, നീ ഇപ്പൊ മനസ്സിലാക്കില്ല എന്തുവാന്ന്, അപ്പൊ എന്താ ഞാനാകുന്നേ, അവരോടൊക്കെ പ്രതികാരം ചെയ്യണമേ എന്ന്. ഹാലേലിയ. ആമേ. നീ അവരോട് പ്രതികാരം ചെയ്യുന്ന, അവരോട് ചെന്ന് പ്രതികാരം ഞാൻ എന്റെ കണ്ണ് കാണുമാറാകട്ടെ. അപ്പം ദൈവമേ, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയും, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രതികാരം ചെയ്യണം, എനിക്കതൊന്ന് കാണണം. നമ്മുടെ എല്ലാവരും ആഗ്രഹം ഇതൊക്കെ തന്നെയാണെന്നേ. ഹാലേലിയ. കാരണം ദൈവത്തെക്കുറിച്ച് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നവര്, ആ പ്രാർത്ഥനയെ അപമാനിക്കുന്നവരൊക്കെ എന്റെ ഹൃദയത്തിലൊക്കെ മനസ്സിൽ പറയാറുണ്ട്, കർത്താവെ ഇതിന് മറുപടി ഇവര് തന്നെ മുട്ടുമടക്കണം, ഒന്ന് തൊടണം. ഇത് ഞാൻ പറയാറുണ്ട്. ഹാലേലിയ. ഇവിടെ യിരെമ്യാവ് പറയുന്നത് അങ്ങനെ തന്നെയാണ്. എന്നുവെച്ചാൽ യിരെമ്യാവിന് അറിയാം ഇത് മറച്ചു വെച്ച് വേറെ വാക്ക് പറയാൻ പാടില്ല. കാരണം ശോധന ചെയ്യുന്ന ദൈവത്തിനറിയാം ഹൃദയത്തിൽ ആഗ്രഹം എന്താന്ന്. അല്ലെങ്കിൽ ഇരിക്കുന്ന പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഹാലേലിയ, ദൈവമേ ഒരടി കൊടുക്കണേന്ന്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പറയണം ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ കർത്താവേ, മദ്യക്കുപ്പി കൈകൊണ്ട് എടുക്കുമ്പോ കൈക്കിട്ടൊന്ന് കൊടുക്കണേ. അല്ലെ, പിന്നെ അത് എടുക്കാനായിട്ട് തോന്നരുത്. അല്ലെ, മറ്റല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോ കർത്താവ് ഒന്ന് കൊടുത്തേക്കണേ. അല്ലെ, എന്ന് നമ്മൾ പറഞ്ഞ പെർമിഷൻ കൊടുത്താൽ കൊടുക്കുക. അപ്പൊ ദൈവം കേട്ടോ, കർത്താവ് നമ്മുടെ പെർമിഷൻ വേണം. കാരണം നമ്മൾ പ്രാർത്ഥിച്ചിങ്ങനെ പൊട്ടത്തി അതൊക്കെ പിടിച്ചു വെച്ചേക്കുന്നുണ്ടാണ് ദൈവം അനങ്ങാതിരിക്കുന്നത്. നമ്മൾ വിട്ടുകൊടുത്താൽ ദൈവമേ 2 അടി കൊടുത്തിട്ടുള്ള വേണ്ട, നേരെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അടി കൊടുക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവിടെ പിന്നെ അവർ എന്റെ വ്യവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ. ആമേൻ. യിരെമ്യാവിന്റെ ഉത്തരവാദിത്തം എന്താ? എന്റെ വ്യവഹാരമെല്ലാം ഞാൻ നിന്നോടിതാ ബോധിപ്പിച്ചു. ഇനി എന്റെ കയ്യിലുള്ള കാര്യങ്ങള് ഞാൻ അങ്ങോട്ട് തന്നു. ഈ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. എന്നിട്ട് പറയുന്നത്, യഹോവയ്ക്ക് പാട്ട് പാടി യഹോവയെ സ്തുതിപ്പിൻ, അവൻ ദരിദ്രന്റെ പ്രാണൻ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടിയിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പറച്ചില് യഹോവയ്ക്ക് പാട്ട് പാടുവിൻ, സ്തുതിക്കും. അമ്മ ദരിദ്രന്മാര് അല്ലല്ലേ നമ്മൾ ദരിദ്രന്റെ പ്രാണൻ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അപ്പം സംഭവം ശരിക്കും ദൈവത്തോട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഹാലേലിയ പുതിയ നിയമത്തിൽ പഠിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എത്രയും വേണ്ടത്. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വബുദ്ധിയേയും കഴിയുന്ന ദൈവിക സമാധാനത്തെ വിളക്കാക്കുക. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കൈ വെച്ചോണ്ടിരിക്കേണ്ട, മനസ്സ് വെച്ചോണ്ടിരിക്കേണ്ട, ഹൃദയത്തിൽ വെച്ചോണ്ടിരിക്കേണ്ട. കാരണം പിന്നെ ദൈവം വിടുവിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന ദൈവമാണ്. ആപ്ലിക്കേഷൻ കൊടുത്തു വരുമ്പം പൂർണ്ണ ഹൃദയത്തോട് കൊടുത്ത ദൈവം അഞ്ഞ് ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ കുഞ്ഞ്, നിന്റെ ഹൃദയത്തിൽ വരൽ ഇരുവെന്ന് നോക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൂർണ്ണ ഹൃദയത്തോടാണെങ്കിൽ ഹല്ലേലൂയ അവിടെ ദൈവം അത് പ്രവർത്തി. അപ്പം നമ്മൾ ഇന്ന് ഹല്ലേലൂയ ചിന്തിച്ച വാക്യം സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞ് അല്ലെ, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി ഞാൻ നാവെടുത്ത് സംസാരിച്ചു. അപ്പൊ നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തണം. തീ കത്തിക്കഴിഞ്ഞാൽ അല്ലെ നമ്മൾ നാവെടുത്ത് ചിലതൊക്കെ സംസാരിക്കും. ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ വെറുതെ ഫോഴ്സ് ആയിരിക്കത്തില്ല പറയുന്നത്, വെറും വാക്കായിരിക്കത്തില്ല പറയുന്നത്. നിങ്ങൾ അന്നേരം ഞാൻ പറയാം, നിങ്ങൾ ആത്മാവിൽ തീ കത്തിയിട്ട് നിങ്ങൾ വായ തുറന്ന് പറയുന്ന കാര്യങ്ങൾ അത് സംഭവിച്ചിരിക്കും. പണ്ട് ഒരിക്കൽ ഞങ്ങളിങ്ങനെ വചനം ഭയങ്കര വചനത്തെ തീ ഇറങ്ങി നിൽക്കുക. അപ്പോഴാണെങ്കിൽ പിന്നെ നമ്മുടെ വിജയഞ്ചൽ പാസ്റ്റർ ഒന്ന് വിളിച്ചു പറഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ തീ കത്തിക്കുന്ന തീ നിങ്ങൾ വിളിച്ചു പറ, നിങ്ങളെ കുറിച്ച് നിങ്ങൾ പ്രവചിക്കുക, നിങ്ങൾ വായി തുറന്ന് നിങ്ങളെ കുറിച്ച് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊക്കെ പ്രവചിക്കാനായിട്ട് ഒന്നും പുറത്തോട്ട് വരുന്നില്ല, തീ കത്തി നിൽക്കുക. ഹാലില്ല. എന്നിട്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ദൈവം രാജ്യങ്ങൾ തോറും അയക്കും എന്നൊക്കെ പറഞ്ഞ ഏതാണ്ടൊക്കെ രാജ്യത്തിന്റെ പേര് വന്നു. അപ്പൊ ഞാനതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. ഹാലില്ല കർത്താവ് അവിടെ എന്തൊക്കെ. അപ്പൊ എനിക്ക് പിന്നെ ഈ നമ്മുടെ മനുഷ്യന്റെ മാനുഷ്യ ബുദ്ധിക്ക് ഒരു സംശയം ഉണ്ടല്ലോ, ഇത് പറഞ്ഞിട്ട് കർത്താവ് ഇതൊക്കെയാണോ കറക്റ്റ് ആണോ പറയാമോ, ഇത് പോകും അയക്കും എന്നൊക്കെ ഒരു സംശയം അല്ലെ. അവിടെ നിന്ന് തീ കത്തിക്കട്ടെ. അപ്പൊ ഞാൻ എന്തൊക്കെയോ രാജ്യങ്ങൾ എനിക്ക് പോലും ഓർമ്മയില്ല അതൊക്കെ പറഞ്ഞു. അപ്പം പെട്ടെന്ന് എന്റെ തലയിട്ടൊന്ന് പാസ്റ്റ് വന്നിട്ട് ഒരടി റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായത് കൺഫർമേഷൻ ആണ്. കാരണം ദൈവം നമ്മൾ കത്തുന്ന തീ നമ്മളെ കുറിച്ച് പ്രവചിക്കുമ്പോൾ അത് ദൈവം നമുക്ക് നിവർത്തിയാക്കി തരുമെന്ന് പറഞ്ഞു. ഹാലയില്ല. അപ്പൊ ഇതുപോലെ നമ്മൾ ചിലപ്പോ സമയത്ത് നല്ല ശരിക്കും ആത്മാവിന്റെ തീ കത്തി നമുക്കൊന്നും വാദമൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ വായി എടുത്ത് നിങ്ങൾ പ്രവചിക്കണം. ആരെ കുറിച്ചാന്നറിയാ? നമ്മളെ കുറിച്ച് തന്നെ പ്രവചിക്കണം, നമ്മുടെ തലമുറയെ കുറിച്ച് പ്രവചിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ച് പ്രവചിക്കുക. നമ്മൾ എന്താ ആണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ, പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തിന് അന്നേരം ദൈവാത്മാവ് നമുക്ക് ഓർമ്മിച്ച് തരുന്നത് തന്നെയാണ്. പക്ഷെ അന്നേരം നമ്മൾ പറയുന്നതൊക്കെ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പം അത് മാനുഷ്യ ബുദ്ധിയിലല്ല നമ്മൾ പറയുന്നത്. ധ്യാനത്തെങ്കിൽ തീ കത്തും. ഇവിടെ യിരെമ്യാവ് യിരെമ്യാവിനെ അടച്ചപ്പോൾ യിരെമ്യാവിനുള്ളിൽ എന്തുകൊണ്ടാണ് തീ കത്തത്? എനിക്ക് വാതിറക്കാൻ പറ്റുന്നത്, സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ അന്നേരം യിരെമ്യാവ് പറയുന്ന കാര്യം അതുപോലെ തന്നെ സംഭവിച്ചില്ല യിരെമ്യാവിന്റെ ജീവിതത്തില്. ഹല്ലേലൂയ. അതുപോലെ ദാവീദ് ഗോലിയാത്തിന്റെ നേരെ പാഞ്ഞു എന്നത് ദാവീദിന്റെ ബുദ്ധിയിലല്ല,
ഹാലയില്ലേ, ദാവീദ് പാഞ്ഞു ചെല്ലുമ്പോ ഗോലിയത്തിനെ നീ വാ, നിന്റെ മാംസം ഇന്ന് ഞാൻ ഇവർക്കൊക്കെ തിന്നാൻ കൊടുക്കും എന്നാ പറയുന്നത്. അടുത്ത് വായിച്ചു നോക്കിയാറേ, ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിച്ചു നോക്കിയാറേ, അവിടെ അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷേല് ആരുടെ ശരീരാ തിന്നാൻ കൊടുത്തത്? ഹാലലൂയ, ആമേൻ. അതുപോലെ നമ്മുടെ ദൈവത്തെ, ഹാലലിയ, ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളം ഹാലലിയ കത്തുമ്പോൾ, ഹാലലിയ, ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ആരും വന്ന് വാതിൽ തുറന്നു തരണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും തുറന്നു തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ദൈവം തനിയെ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. അല്ല, ദൈവം എന്തിനു വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ഹാലലിയ നമ്മുടെ ഉള്ളിൽ ആ ബോധം വേണം. നമ്മളെക്കുറിച്ചുള്ള മറ്റൊന്നും നിങ്ങൾ ധ്യാനിക്കണ്ട. ഹാലയില്ലേ, നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ ആമേ എഫേസ്യ ലേഖനത്തിൽ പറയുന്നതല്ലേ, 1-ാം അധ്യായത്തിൽ 16 വാക്യത്തിൽ, നമ്മളെ കുറിച്ചുള്ള വിളിയാൾ ആശ ഇന്നതും തിരിച്ചറിയേണ്ടതിന് ആമേ ആ വെളിപ്പാടിന്റെ ആത്മാവിനെ ഒന്ന് പ്രാപിച്ചുണ്ട്. ആമേ നമ്മളിരിക്കുന്ന പരിശുദ്ധന്മാർ ആരാന്നൊക്കെ ഒന്ന് ധ്യാനിച്ചാൽ മതി, കത്തിക്കൊള്ളും. ഹാലേലിയ, നമ്മളെ കുറിച്ച് വിളിച്ച വിളി, ഹാലേലിയ, അത് അറിയാം. അതിനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കണം. ഞാൻ ഇങ്ങനെ ഇരിക്കാനുള്ളതല്ല, അല്ല ഞാൻ ഇങ്ങനെയല്ല, ദൈവം എന്നെ വിളിച്ചിരിക്കുക, എന്റെ മേൽ കിടക്കുന്ന കോളിംഗ് ഇതാണ്, എന്റെ മേലുള്ള വാക്തത്വം ഇതാണ്. ഹാലേലുയ, അനേക രാജ്യങ്ങൾക്ക് പ്രവചിക്കേണ്ട പലരും ഇതിനകത്ത് ഇരുന്ന് ഇപ്പോഴും ഹാലേലുയ അവൻ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലല്ല. ഹാലേലു, വായി തുറക്കണം ഈ ദിവസങ്ങളിൽ, ഹൃദയത്തിന് തീ പിടിക്കണം. ഹാലേലിയ, നാവെടുത്ത് നിങ്ങൾ സംസാരിക്കണം. നാവെടുത്ത് നിങ്ങൾ സംസാരിക്കുന്നത് ഇരമ്യാ പ്രവാചകൻ ഇവിടെ തന്നെത്താനെ നാവെടുത്ത് സംസാരിച്ചതാ, അത് ജീവിതത്തിൽ സംഭവിച്ചു. ഹാലേ, ആമേ ദാവീദ് ഹാലേലിയ ആമേ നാവെടുത്ത് സംസാരിച്ചതാ, ദാവീദിന് സംഭവിച്ചു. ഹാലെ, അത് പഴയ നിയമത്തില് ഹാലെ ദാസന്മാരായിരുന്നവർക്ക് അത് സംഭവിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ മക്കളായിരിക്കും നമ്മളുടെ ഉള്ളിൽ ഹാലെ അവർക്ക് സ്ഥിരമായ ഒരു ആത്മാവ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ സ്ഥിരമായ പരിശുദ്ധാത്മ നമ്മളിരിക്കുമ്പോൾ, ഹാലേലിയ ആമേ ജയാലയ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ, നമ്മൾ നാവെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര അധികം സംഭവിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആരാണെന്ന്, ഹാലെ നിങ്ങൾ ദൈവത്തിന് ആരാണെന്നൊരു തിരിച്ചറിവിൽ, ഹാലയിൽ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം മെസ്സേജ് പറഞ്ഞ്, നമ്മൾ ദൈവത്തിന് ആരാണെന്ന് തിരിച്ചറിവ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. അല്ലെ, ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഹാലെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹാലെ, കാരണം അധികാരം നമ്മുടെ കയ്യിൽ തന്നേക്കും. മഴ പെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാതിരിക്കും, മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യും. ഹാലേലിയ, അത്രത്തോളം അധികാരം ഹാലേലിയ എന്താ പ്രകൃതിയെ പോലും നിയന്ത്രിക്കുന്ന അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹാലിലെ നമ്മൾ ആരാണ്, നമുക്ക് തന്ന അധികാരം എന്താണ് തിരിച്ചറിഞ്ഞ് തന്നെ ഹാലി ഇതിനെ ധ്യാനിക്കാൻ തുടങ്ങുക. ദൈവത്തിന്റെ വചനത്തെ ഹാലിലെ നമ്മളെ കുറിച്ചുള്ള പ്രവചനങ്ങളെ ഹാലെ വെളിപ്പാടുകൾ ഇതൊക്കെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ചൂടുപിടിക്കും. അപ്പോൾ നമ്മൾ നാവെടുത്ത് സംസാരിക്കും. നമ്മൾ നാവെടുത്ത് സംസാരിച്ചാൽ അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ എല്ലാവരും ധ്യാനിക്കുക, ഹൃദയത്തിന് ചൂട് പിടിക്കുക, ഹാലെ നാവെടുത്ത് സംസാരിക്കുക. ഹാലെ ദൈവം അധികം അധികമായി ഉപയോഗിക്കുമാറാകട്ടെ. ആമേൻ, സ്തോത്രം.